നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിലൊന്നായ ഫിഫ ലോകകപ്പിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഏറെ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഇനിയും എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി മാറ്റങ്ങളാണ് കൈക്കൊള്ളുന്നത്. ആയതിനാൽ തന്നെ പ്രവാസികൾ ജാഗ്രത പാലിക്കണം. അതായത് ഇത്തവണ ഖത്തറാണ് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമായി ഖത്തർ മാറുമ്പോൾ തന്നെ ഈ ശൈത്യകാലത്ത് കാണികളുടെ ഒരു വലിയ സംഘത്തെയാണ് ഈ കുഞ്ഞൻ ഗൾഫ് രാജ്യം സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെയും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സഞ്ചാരികളെ ഇതിനു മുന്നോടിയായി വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകകപ്പ് കാലയളവിൽ 10 ലക്ഷത്തിലധികം ആരാധകർ ദോഹയിലേക്ക് എത്തുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് 2.7 ദശലക്ഷം ജനസംഖ്യയുടെ ഏകദേശം 37%. ഖത്തറിന് ഏകദേശം 4400 ചതുരശ്ര മൈൽ മാത്രമേ വലിപ്പമുള്ളൂ. മുൻ ടൂർണമെന്റ് ഹോസ്റ്റുകൾ യാത്ര ചെയ്യുന്ന ആരാധകരുടെ എണ്ണം കൈകാര്യം ചെയ്യുന്നതിൽ നിരവധി ലോജിസ്റ്റിക് പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രധാന ഗതാഗതം പാർപ്പിട സൗകര്യമാണ്. ഖത്തർ ഒട്ടനവധി താമസ സൗകര്യങ്ങളാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഖത്തറിൽ ലോകകപ്പ് പ്രമാണിച്ച് ഇതിനോടകം തന്നെ ചെലവ് വർദ്ധിക്കുന്നതായും അനുയോജ്യമായ താമസ സൗകര്യങ്ങളുടെ അഭാവത്തെക്കുറിച്ചും റിപ്പോർട്ടുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ടൂർണമെന്റിന്റെ ആദ്യ 3 രാത്രികളിൽ ഓൺലൈൻ ട്രാവൽ ഏജൻസി Booking.comൽ 21 പ്രോപ്പർട്ടികൾ ലഭ്യമായിട്ടുണ്ട്. ഇവയുടെ വിലകൾ ഒരു രാത്രിക്ക് $1000 മുതൽ $51,000 വരെ ഉയരുന്നു. ഇത് അസാധാരണമല്ല. ജർമ്മനി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചപ്പോൾ ബെർലിനിലും ഫ്രാങ്ക്ഫർട്ടിലും ഹോട്ടൽ വില ഉയർന്നിരുന്നു. അതേസമയം സന്ദർശകരായി എത്തുന്ന ആരാധകർക്ക് ന്യായവും നീതിയുക്തവുമായ വില നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഖത്തറിന്റെ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി വക്താവ് CNN-നോട് പറയുകയുണ്ടായി. എല്ലാ തരത്തിലുള്ള താമസ സൗകര്യങ്ങളും താങ്ങാനാവുന്ന വില ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രധാന പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആരാധകരെ പാർപ്പിക്കാൻ ആതിഥേയ രാജ്യങ്ങൾ പലപ്പോഴും നൂതനമായ വഴികൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഖത്തറും വ്യത്യസ്തമല്ല. ദോഹ തുറമുഖത്ത് 2 ആഡംബര ക്രൂയിസ് കപ്പലുകൾ ലോകകപ്പ് മുഴുവനും നങ്കൂരമിടും. അവയിൽ 9 സ്വിമ്മിംഗ് പൂളുകളും 3898 ക്യാബിനുകളും 45 ബാറുകളും 10 ഫൈൻ ഡൈനിങ് ഓപ്ഷനുകളും ഉണ്ട്. ഇതുകൂടാതെ സ്പാ, ടെന്നീസ് കോർട്ടുകൾ, കടലിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈ സ്ലൈഡ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. കപ്പലുകളിൽ നിന്ന് ദോഹയുടെ മധ്യഭാഗത്തേക്ക് 10 മിനിറ്റ് ഷട്ടിൽ യാത്രയാണുള്ളത്. ഒരു രാത്രിക്ക് $605 മുതൽ $2779 വരെ വാടക വരും. എന്നാൽ 28 ദിവസത്തെ ടൂർണമെന്റിന്റെ ഏത് രാത്രിയിലും 1 ലക്ഷം തുടങ്ങി 1,30,000 മുറികൾ ലഭ്യമാക്കാനാണ് ഇവന്റിന്റെ ഔദ്യോഗിക വിതരണക്കാരായ ഖത്തർ അക്കോമഡേഷൻ ഏജൻസി ലക്ഷ്യമിടുന്നത്. 1 മുതൽ 6 വരെ കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെന്റുകൾക്കും വില്ലകൾക്കുമായി ടിക്കറ്റ് ഉടമകൾക്കായി ഇതിനകം ലിസ്റ്റിംഗുകൾ ഉണ്ട്. ടിക്കറ്റ് ഉടമകൾക്ക് ഒരു രാത്രിക്ക് $84 മുതൽ $875 വരെയാണ് വില. മിക്കവയും പൊതുഗതാഗതത്തിലൂടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ വില്ലകൾ പൂർണ്ണമായും അടുക്കളകൾ, വാഷിംഗ് മെഷീനുകൾ, കുളങ്ങൾ, ജിമ്മുകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരുന്നു. ഫിഫയുടെ ടിക്കറ്റിംഗ് ഘട്ടങ്ങൾക്കനുസൃതമായോ ഖത്തർ എയർവേസ് നൽകുന്ന പാക്കേജുകളിലോ ഫസ്റ്റ് സെർവ് അടിസ്ഥാനത്തിലാണ് ഇവ വാടകയ്ക്ക് നൽകുന്നത്. ഔദ്യോഗിക താമസ സൗകര്യത്തിന് മുകളിൽ യാത്ര ചെയ്യുന്ന ആരാധകർക്ക് താമസക്കാർക്ക് അവയുടെ വീടുകൾ വാടകയ്ക്ക് നൽകുന്നതിന് എയർബിഎൻബിന് സമാനമായ ഒരു ബുക്കിംഗ് പ്ലാറ്റ്ഫോം നൽകും. ഖത്തർ ടൂറിസത്തിൽ നിന്നുള്ള ലൈസൻസിനായി അപേക്ഷിക്കുന്നതിലൂടെ താമസക്കാർക്കോ കെട്ടിട ഉടമകൾക്കോ അവരുടെ അപ്പാർട്ട്മെന്റുകൾ എയർബിഎൻബി പോലുള്ള മറ്റ് പോർട്ടലുകളിൽ ലിസ്റ്റ് ചെയ്യാം. ടിക്കറ്റ് ഉടമകൾക്ക് ഫാൻസ് വില്ലേജ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ താമസ സൗകര്യം തേടാം. കാഷ്വൽ ക്യാമ്പിങ്ങും ക്യാബിൻ ശൈലിയിലുമുള്ള താമസ സൗകര്യങ്ങളുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഒരു രാത്രിക്ക് $207 ചെലവിൽ ചെറുതും അടിസ്ഥാനമായി പ്രവർത്തനം ചെയ്തതുമായ പോർട്ട് ക്യാബിനുകൾ വിലയേറിയതാണ്. മാത്രമല്ല പ്രതിദിനം ഒരു കെറ്റിൽ, ഫ്രിഡ്ജ്, ഒരു കുപ്പിവെള്ളം എന്നിവ മാത്രം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ദോഹയുടെ പ്രാന്തപ്രദേശത്താണ് അവ സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് 25 മൈൽ അകലെയാണ്. ഇവിടെ നിരവധി ഭക്ഷണ വിനോദ ഓപ്ഷനുകൾ ലഭ്യമാണ്. എന്നാൽ അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ക്യാമ്പിംഗ് ഓപ്ഷൻ ഔദ്യോഗിക താമസ വെബ്സൈറ്റിൽ ഇതുവരെ ലഭ്യമല്ല. എന്നാൽ ടൂർണമെന്റിനിടെ മരുഭൂമിയിൽ 1000 ബെഡൂയിൻ സ്റ്റൈൽ ടെന്റുകളിടാൻ പദ്ധതിയിടുന്നതായി എസിയിലെ മേധാവി ഒമർ അൽ ജബ്ബർ പറഞ്ഞു. കൂടാതെ ദുബായ്, ജിദ്ദ, കുവൈറ്റ്, മസ്കറ്റ്, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരാധകരെ എത്തിക്കുന്ന 160-ലധികം പ്രതിദിന റിട്ടേൺ ഫ്ലൈറ്റുകൾ ആരംഭിക്കുമെന്ന് പ്രാദേശിക വിമാന കമ്പനികളുമായി സഹകരിച്ച് മേജർ എയർവേസ് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇവ വേഗത്തിലാക്കാൻ ബാഗേജ് ചെക്ക്-ഇൻ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിമാനത്താവളത്തിൽ നിന്ന് സ്റ്റേഡിയങ്ങളിലേക്ക് ആരാധകരെ എത്തിക്കുന്നതിന് ഗതാഗത സേവനങ്ങൾ ലഭ്യമാക്കും. 7 മണിക്കൂറിൽ താഴെയുള്ള റിയാദ്, ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ഡ്രൈവ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത് എങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത്തരത്തിലുള്ള ടൂർണമെന്റിനെ തുടർന്ന് ജീവിത ചെലവ് മാറിമറിയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.